ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുഷ്പയുടെ കിച്ചൺ കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും നാരുകളുടെ കലവറകളായ റാഗി കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായി 1 കപ്പ് റാഗിപ്പൊടി, 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 4 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇട്ട് ഒരു 10 സെക്കൻഡ് വെള്ളം ഒഴിക്കാതെ തന്നെ കറക്കി എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി 2 വലിയ ടേബിൾ സ്പൂൺ, അതേപോലെ ക്യാരറ്റ് അതേ മെഷർമെൻറ്റിൽ തന്നെ ക്യാബേജ് 2 ക്യാബേജും ഉപയോഗിക്കാം. പച്ചയും പർപ്പിൾ എൻ്റെ വീട്ടിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിതിട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ക്യാബേജാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. ഇത് ക്യാബേജ് ഇല്ലാതെയും നമുക്കിതുണ്ടാക്കാം, വെറും ഉള്ളി വച്ചും ഉണ്ടാക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്, ഇതില്ലാതെയും ഉണ്ടാക്കാം. വെജിറ്റബിൾ ഇടണം എന്നുള്ള കമ്പൽസറി ഇല്ല. വെജിറ്റബിൾ കൂടി ഇട്ട പോഷകങ്ങളും വർദ്ധിക്കും, ഗുണവും വർദ്ധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെടുത്ത അതേ കപ്പിൽ വെള്ളം ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കാം. പാത്രം ചെറുതായി പോയതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അര സ്പൂൺ ചതച്ച ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അജുവായിൻ കൈയുടെ വെള്ളയിലിട്ടൊന്ന് ഞെരടി അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് അജുവായിൻ അതിന് നല്ല മണവും പെട്ടെന്ന് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ് അജുവായിൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിനൊരളവൊന്നുമില്ല. നമുക്ക് എത്രയാണോ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വാഴയിലയിൽ നന്നായിട്ട് എണ്ണ പുരട്ടിയതിന് ശേഷം കയ്യിൽ കൂടി കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് പരത്തി ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ദോശ വേവുന്നത് വരയ്ക്കും ഞാൻ അപ്പോഴത്തേക്കും ഒന്നുകൂടി പരത്തി കാണിക്കാം. ഇതുപോലെ ഇലയിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഒന്നുകൂടി പരത്താം. ഇതേപോലെ ഇട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വാഴയില പതുക്കെ മാറ്റി കൊടുത്താൽ മതി. വളരെ ഈസിയായിട്ട് ഇത് മറിച്ചിടാൻ പറ്റും. എത്ര പെട്ടെന്നാണ് ഈ ദോശ ഉണ്ടാക്കിയെടുത്തത് ഇല്ലേ? ഇതേപോലെ എല്ലാം ഉണ്ടാക്കി എടുക്കാം. ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ റാഗി വളരെ പ്രയോജനപ്പെടും. എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും തൊലിയുടെ തിളക്കത്തിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന തൊലിയുടെ ചുളിവുകൾ കുറയ്ക്കുന്നതിനും ഇത് വളരെ നല്ലതാണ്. റാഗി പ്രകൃതിയാൽ തന്നെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് റാഗി. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. ചട്നിയ, സാമ്പാർ അല്ലാതെയും ഇത് മാത്രമായിട്ടും കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.